കൈ കൊടുക്ക് हाय से हाय हाय बोलो हाय हाय पूरा आदमी ग्रैंडमा आओ बोलो I am drinking fresh water. എന്തോരം ബാക്കാണ് പഠിച്ചോര്. ഓ ഇത് അതിനായിട്ട് അഡ്വഞ്ചർ ആണിത്. ഭായി പോണേ വേറെ അഡ്വഞ്ചർ വയ്യ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് കസോളിലെ ഗ്രഹൻ വില്ലേജിലാണ്. ഇതിൻ്റെ ക്യാമറ ഒന്ന് തുടക്കട്ടെ. ഗ്രഹൻ വില്ലേജിലാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. ഇപ്പോൾ ചായ കുടിക്കുകയാണ്. ഇതാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ആലു പൊറോട്ട, ബ്രെഡ് ഓംലേറ്റ്, ചട്നി, ഇതിനടിയതാ ചട്നി, അച്ചാറ് വേണ്ട തൊടണ്ടട്ടാ. അച്ചാറ് തിന്നാല് പണി പോകണം. രാവിലെ തന്നെ അച്ചാർ. ഇന്നലെ രാത്രിയോ അച്ചാറ്, ആലു പൊറോട്ടയ്ക്ക് അച്ചാറാണ് ഇവിടെ കൂട്ടുന്നത്. ഇതൊന്നും അല്ല, ഇത് നമ്മൾ തിന്നുന്ന ഒരു ആംബിയൻസ് ആണ് മക്കളെ. നോക്കിയാൽ കിട്ടി അവിടെ നല്ല എന്താ പറയാ, മഞ്ഞൊക്കെ പെയ്തുള്ള മലനിരകൾ. താടിക്കാരൻ കുഞ്ഞാ പറഞ്ഞവർക്ക് അങ്ങോട്ട് നോക്കിയാടാ, അങ്ങോട്ട് നോക്കിയാടാ. അവിടുത്തെ മലകൾ കണ്ട, മഞ്ഞൊക്കെ എഴുതിയിട്ടുള്ള. അതേപോലെ ഈ ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് നിന്നിട്ട് തിന്നുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ ഇർഷാദൊക്കെ പറയണേ ഇത് കഞ്ചാവിന്റെ ചട്നിയാണ്. ഡൗട്ട് ഉണ്ട്. ഇവന് കഴിച്ചതിന് ഞാൻ പറഞ്ഞു ഇത് കഴിച്ചാ അത് കഞ്ചാവിന്റെ ചട്നിയാണ്, അതൊന്നും കഴിക്കാൻ പാടില്ല പറഞ്ഞു അവനോട്. വിശ്വസിച്ചിക്കല് ഞാൻ ആദ്യം വിചാരിച്ചു മിന്റ് ചട്നി വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ചെങ്ങ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇതിനൊരു സംശയം. കാരണം ഇവിടെ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഈ നമ്മളവിടെ ചീരൻ്റെ ഇതൊക്കെ കാണുന്ന പോലെയാണ് ഇവിടെ കഞ്ചാവ്. അവിടെ പെട്ടെന്ന് ഇങ്ങനെ കാണും. അപ്പം ഞാൻ വിചാരിച്ചു ഇനി പഠിച്ചോനെ ഇതിട്ട് കഞ്ചാവായിട്ടാണ് ഞാൻ ഇന്നലെ തിന്നത്. ഒരു സംഭവം വെറുതെ പറഞ്ഞതല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇത് തിന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ ട്രക്കിങ്ങിന് ഇറങ്ങും. ഇവിടെ അടുത്തൊരു ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി നോക്കാം, എന്താ പാടി നോക്കാം. ഗൈസ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടി. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ ചെറുതായിട്ടൊരു ട്രക്കിങ്ങിന് ഇറങ്ങിയതാണ്. ഇവിടെ അടുത്ത് ഒരു അരുവിയൊക്കെ ഉണ്ട്. വാട്ടർഫാളാണ്, സോറി വാട്ടർഫാൾ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാൻ പോവാം. വിന്റർ സമയത്ത് എന്താ പറഞ്ഞാല് ചുറ്റിലും ഐസിന്റെ അടിയിലൂടെ അങ്ങനെ വെള്ളച്ചാട്ടം. ഇപ്പൊ ഐസ് ഉണ്ടാവില്ല, പക്ഷെ വെള്ളച്ചാട്ടം നല്ലൊരു വിന്റർ ടൈമിൽ ഇവിടെയൊക്കെ ഐസാണ്. പക്ഷെ അതൊക്കെ മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ. ഞാൻ പിന്നെ ആദ്യമായിട്ടാണ് പഞ്ചായത്ത് വിട്ട് പോകുന്നത്. അല്ല ഇങ്ങനെ വടിയൊക്കെ കുത്തി പിടിച്ച് നല്ല ഷൂ ഒക്കെ ഇട്ട് ട്രൗസറൊക്കെ ഇട്ട് സ്റ്റാൻഡേർഡ് വൻ സെറ്റപ്പിൽ സംസാരിക്കണേ. അതാര് ആര് സംസാരിച്ചിട്ടൊന്നും ഇല്ല. ഇവിടെ ഫുള്ള് നമ്മളെ ഇസ്രായേലരൊക്കെയാണ് ഇവിടെ ഉള്ളത്. അത് അവർ എൻജോയ് ചെയ്യാൻ വരുന്ന സ്ഥലമാണുള്ളത്. ഇന്നലെ നമ്മൾ പോയ ആ സ്ഥലങ്ങൾ ഇപ്പോൾ നോക്കാം. വെയിലടിച്ചിട്ടുള്ള പച്ചപ്പൂടെ ഉണ്ടാവും അവിടുത്തെ കാഴ്ചകൾ. ഇങ്ങനെ വെള്ളം നടന്നു നോക്കാം. ഇവിടെയൊക്കെ കുതിരക്കാഷ്ടങ്ങളാണ് തോന്നുന്നു, എന്തൊക്കെയൊക്കെ ഉണ്ട്. ഒറ്റ കുതിരനെ കണ്ടില്ല. ഇവിടെ രണ്ട് പട്ടികൾ എന്തോ രസമായിട്ട് കാണാൻ. ഇവിടെ കമോൺ ബാബുരാജനർക്ക് ഇവിടെ കമോൺ അങ്ങോട്ട് വരണില്ല. നല്ല രസമുണ്ടായിരുന്നു അവനെ കാണാൻ. ശേഷി അപ്പൊ ക്യാമറ ഓൺ ആക്കില്ല. ക്യാമറ ഞാൻ ഓഫ് ആക്കിയപ്പോഴാണ് രണ്ടാം മാടി വന്നു. നമ്മളിവിടെ ട്രക്കിങ്ങിനടുത്ത് ഇവിടെ വരേണ്ടതാണ്. അങ്ങോട്ട് കയറി കണ്ടാ പിന്നാലെ ഓടി വരുവാൻ. വേറെ ടീം പോയിക്കണമെങ്കിൽ അവൻ വരില്ല. കണ്ടില്ല, നമ്മളെ എത്രയൊക്കെ ഇങ്ങനെ വരും. നല്ല പട്ടിയാ. ഓക്കെ മക്കളെ, ആ വ്യൂ അങ്ങോട്ട് നോക്കിയാണി. ഏതാ ഒരു വ്യൂ. നിങ്ങൾക്കിത് എങ്ങനെ കാണുന്നു എനിക്കറിയില്ല. പക്ഷേ ഇവിടുന്ന് കാണാൻ ഒന്നൊന്നര നേക്ക് തന്നെയാണിത്. നമ്മളങ്ങനെ ട്രക്ക് ചെയ്തുകൊണ്ട് നിൽക്കാം വാട്ടർഫാൾസിലേക്ക്. ഇതിന് വഴികളൊക്കെ നോക്കൂ, ചെറിയ ചെറിയ ഇടുങ്ങിയ വഴികൾ, നല്ല അടിപൊളി വഴികൾ. ഇതിൽ കൂടെ എങ്ങനെ കയറുക? ഇതന്നെ ഞാനാണോ?
ആ അങ്ങനെയാണ്, വഴി തെറ്റിയതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു നോക്കിയാണ് ഗൈസ് ഇവിടുത്തെ ഒരു വ്യൂ. ബ്യൂട്ടി. എന്ത് രസാണത്, ആ മേഘൊക്കെ നോക്കിയത്. ഗൈസ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടത്തെ ഇപ്പോൾ ഒന്നുകൂടി ഒരു പച്ചപ്പയ്യണ്ട ഇത് കണ്ടോ. വഴികളൊക്കെ ഇങ്ങനെ കല്ലും മുട്ടിക്ക് നടന്ന് വഴികൾ. അതെ അയ്യോ ചെരിയണു. ഗൈസ് നോക്കൂ, ചെറിയ വഴിയിലൂടെ നമ്മൾ നടക്കുകയാണ്. ഇവിടുത്തെ വില്ലേജ് കർഷകർ എന്തൊക്കെ ഏറ്റിക്ക് വരുന്നുണ്ട്. സമ്മതിക്കണം കേട്ടാ, പുറത്ത് ഇത്രയും സാധനങ്ങളൊക്കെ ഏറ്റി വരാൻ. ചീരൻ്റെലാണ് കായൊക്കെ. എന്തായാലും നല്ല കയറ്റി വരില്ല. ഇത്ര ലോഡ് ആയിട്ടോണ്ട് നെറ്റിമലുള്ളത് കിട്ടിയിരുന്നു. വെയിറ്റ് ഫുള്ള് ഒരു നെറ്റിമലാണ്. ഗൈസ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ രണ്ടാലും മാത്രമേ ഉള്ളൂ, വേറെ ഒരു മനുഷ്യനുമില്ല. ഈ പ്രകൃതിന്റെ സൗണ്ടും നമ്മുടെ തൊട്ട് ഫ്രണ്ടിലതാ മല. ഓ നമ്മൾ രണ്ടാളെന്ന് പറഞ്ഞപ്പോൾ മൂന്നാമത്തെ ഒരാൾ വരുന്നുണ്ട്. കൃഷി എടുത്തുന്ന പേരാണ് ചേച്ചി. ശുദ്ധ ഓക്സിജൻ ആട്ടോ ഇവിടുത്തെ. പറയാണ്ട, കാരണം ഒന്നുമില്ല ഇവിടെ. ഓക്സിജൻ മലിനപ്പെടുത്തുന്ന ഒരു വായു മലിനപ്പെടുത്തുന്ന ഒരു സാധനം ഇവിടെ ഇല്ല. നോക്കിയാണ് വ്യൂ. അങ്ങനത്തെ എന്തോ ഒരു നാക്കാണ്. ആ വാട്ടർഫാളിൻ്റെ ഒച്ച ഇങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ കിളിയുടെ കളകളാരവം അങ്ങനത്തെ കുറേ ഒച്ചകൾ കേൾക്കുന്നുണ്ട്. സൈലൻ്റായിട്ടിരുന്നാൽ ഒരു ദൂരം നല്ല ഒരു മൈൻഡ് റിലാക്സ് ചെയ്യുന്ന കുറേ സൗണ്ട്സ് കേൾക്കാം. ഈ മരം ഹിമാലയൻ ദേവദാരു മരങ്ങളാണ്. ഒരുപാട് പ്രത്യേകത ഉള്ള മരമാണിത്. യെസ്, അതാണ്. അതിനെ മഞ്ഞുമല ഒന്നുകൂടി അടുത്ത് കാണുന്നു. മേലൊക്കെ ഇങ്ങനെ മഞ്ഞിങ്ങനെ ആൻഡ് സൈഡിൽ ഫുൾ മലയും. ഗൈസ് അങ്ങനെ ഇവിടെ ചെറിയൊരു പാലുണ്ട്, പാലത്തിൽ നിങ്ങൾക്ക് എത്തിക്കണം ഗൈസ്. നമുക്ക് അടി നോക്കി തന്നെ നടക്കാം. ഇത് നോക്കിയാണ് നേരത്തെ അടിക്ക് എത്തും പെട്ടെന്ന്. ഉണ്ടാ ചെറിയൊരു പാലം, ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു. ഇതിപ്പോൾ വരേണ്ടത് മഴക്കാലം അങ്ങോട്ട് ആവണുള്ളൂ ഇവിടെ, അതുകൊണ്ടാണ് വെള്ളം കുറവ്. അല്ലെങ്കിൽ നല്ല വെള്ളം ഇഷ്ടംപോലെ ഉണ്ടാവും. ഗൈസ് വിരാട് കോഹ്ലിയൊക്കെ എത്രയോ പൈസ മുടക്കിയാണൊക്കെയാണ് ഹിമാലയൻ വാട്ടർ അങ്ങനത്തെ മിനറൽ വാട്ടർ കൊടുക്കുന്നത്. നമ്മൾ കണ്ട ഇവിടെ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് ഒരു പൈസയും കൊടുക്കണ്ട, നേരെ പോകാൻ കുടിക്കാൻ പോരാ, വെള്ളറക്കാൻ പോരാ, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഇവിടുത്തെ എന്താ പറയുക, വെള്ളം അത്രക്കും നല്ല ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഇവിടെ. ഗൈസ് നല്ല പ്യുവർ വാട്ടർ. Rápido. ഭയങ്കര തണുപ്പ്.
അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ നടന്ന് വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് യെസ്, വാട്ടർഫാൾ എത്തിയിലും ഏകദേശമൊക്കെ. ഇവിടെ ഇങ്ങനെ കടകളും സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. കടകളാണോ അറിയില്ല, തോന്നുന്നു, മേ ബി. ഓ, ഇതൊക്കെ വലിയ പാറ. ഇപ്പോൾ നമ്മൾ എല്ലാം നടക്കണം, ഇല്ലെങ്കിൽ ആ കുണ്ടുക്കണി പോകും. പോണ വയ്യോക്കി ഇവിടെ ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അത് കാണാൻ ആദ്യം പോവാണ്. ഹലോ റബ്ബേ, അവസരമായിട്ട് കൊണ്ട് കടിച്ചാ മോനെ ഇടങ്ങാറാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ അരുവിൻ്റെ ശബ്ദം, വാട്ടർഫാളിൻ്റെ ശബ്ദം? വാട്ടർഫാള് വലുതല്ല, ചെറുതാണ്. വലിയ വാട്ടർഫാൾ മുകളിലുണ്ട്, അവിടേക്ക് നമ്മളിത് കഴിഞ്ഞാൽ പോകും. അതെ, ഇത് വെള്ളച്ചാട്ടം, ചെറിയ വെള്ളച്ചാട്ടം. ഇനി വരാൻ പോകുന്നത് വലിയ വെള്ളച്ചാട്ടം. യെസ്, നമ്മൾ ഇങ്ങനെ അടിയിലോട്ടെത്തി. യെസ്, ഇവിടെ ചെറിയ അരുവിയാണേ. ഓ, നോക്കി കാണി, ചെറിയൊരു വെള്ളച്ചാട്ടം, കുഴപ്പമില്ല. മരൊക്കെ വലിച്ചു വന്നതാണ് കണ്ടത്. വലിയൊരു തടി ഉണ്ടാ, അതൊക്കെ ഉണ്ടോ, മഞ്ഞ് വീണ പോലത്തെ ഒരു വെള്ള കളറ്. നോക്കൂ, ഏതാ വൈബായോ. ഇവിടെ ഇങ്ങനെ വലിയ മല, ആയിക്കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളെ. എനിക്ക് ഗോപ്രോയിൽ സൂം ചെയ്യേണ്ടതെന്ന് അങ്ങനെ അറിയില്ല, ഞാൻ പഠിച്ചിട്ട് സൂം ചെയ്യാം. അതാണ് ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് കറക്റ്റ് കാണുമോ എന്നൊക്കെ അറിയില്ല. സൂം ചെയ്താലേ ഒരു ഇത് കിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ സൂം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഏതാ മോനെ സ്ഥലം? പക്ഷേ എനിക്ക് അങ്ങനെ നമ്മൾ വേറൊരു വാട്ടർഫാളിലെത്തി. ഇനി ഇവിടെ വലിയ സ്റ്റെപ്പുകൾ കയറാണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നോ വേസ്റ്റ് ഇടാൻ പാടില്ല. ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ എന്താ എഴുതിക്കോ, മൂന്നാമത്തെ വാട്ടർഫാളിന് 5 മിനിറ്റ്. തേർഡ് വാട്ടർഫാൾ. എന്താ സംഭവം എന്ന് അറിയാം? 5 മിനിറ്റ്. ഞങ്ങൾ പോയിന്റെ സമയത്ത് ശേഷം ഇവിടെ ലാൻഡ് സ്ലൈഡ് സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ഏരി മാറിയിരിക്കുന്നത്. അതാണ് ഇവിടെ വേണ്ടത്. എപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുമല്ലോ, പുതിയതാണ്. അതാണ്. അടുത്ത മേൽക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട്. പോയേക്കാ. വാട്ടർഫാൾക്കുള്ള വഴിയിൽ ഇങ്ങനെ ഓരോ ആരമാർക്ക് ഇങ്ങനെ ഓരോ പോണ കല്ലുമിൽ ഇങ്ങനെ കൊടുത്തു കണ്ട, ഓരോ ആരമാർക്ക് ഇങ്ങനെ കൊടുത്തു വഴി മനസ്സിലാവാനേ. അല്ലാതെ വേറെ ഇതൊന്നും ഇല്ലല്ലോ ഇങ്ങനെ വഴി അറിയാനേ. വേറെ വഴിയില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ കൊടുത്തുക്കണം ഇവിടെ. ഗൈസ്, വഴി നോക്കിയാണ് ഇങ്ങനെ നമ്മൾ പോകണ്ടേ. അത്രയ്ക്ക് അടി കൂടെ ഉള്ള വഴി. ഗൈസ്, നമ്മളിത്തി കൂടെ അങ്ങനെ നടക്കണം. അതുകൂടെ കൊള്ളൂല, മേൽക്കൂടെ നടക്കാം. വഴി നോക്കിയാണ് വഴി മേൽക്കുണ്ട്, അതും അറിയില്ല കേട്ടോ. നമ്മളിങ്ങനെ നടന്നു നോക്കാം വെറുതെ. ഇതിലാ എന്നാ വേണ്ടേ, കുറച്ച് ടാസ്ക്കാണ് ഇതിലൂടെ കയറാൻ. എല്ലാം ഇതികൂടെ കൊള്ളൂല്ല. ഇത് വലിയ പാറയാണ്. ഈ പാറിനൊക്കെ വലിപ്പം കണ്ട, ബിഗ് റോക്ക്. മരം നോക്കൂ. ഇവിടെ ഇറങ്ങി നോക്കാം, അവിടെ വെള്ളച്ചാട്ടത്തിൽ കാണുന്നുണ്ടോ? നമ്മൾ ഇങ്ങോട്ട് തന്നെ ഇറങ്ങി നോക്കാം. ഗൈസ്, അങ്ങനെ അതിൻ്റെ എൻഡിലെത്തി നമ്മൾ. നോക്കി വേണ്ട, നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാണ്. പക്ഷേ ഇത് ഭയങ്കര ഭീകരതയാണ്. ഇതെന്താ ഇവിടെ ഒക്കെ നോക്കി, ഞങ്ങോട്ട് വഴിയില്ല. വഴി ലാസ്റ്റ് ഇവിടെയാണ് സംഭവം. ഇങ്ങോട്ട് വേറെ വഴിയൊന്നുമില്ല. നമ്മൾ വേറെ ഇത് വഴിക്കൂടെ കയറിപ്പോൾ ഇങ്ങോട്ടൊരു സ്ഥലത്ത് എത്തിയതാ. ഇതെന്താ ഇവിടെ വെള്ളച്ചാട്ടം ഇതൊക്കെ അവിടെ ഇരിക്കണ്ടേ. എന്താ വൈബ് അറിയോ. അല്ലാ ഇനി അടിക്കാൻ ഇറങ്ങട്ടെ. രസം ഇതൊക്കെ എല്ലാം എടുക്കേണ്ടി. ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാല്, ഓരോ പ്രാവശ്യം മഴക്കാലത്ത് ഇതിനൊക്കെ കോലം മാറും. പല സ്ഥലങ്ങളും ഒലിച്ചു പോയിക്കണ്, പാറടക്കും, ഇറങ്ങാനുള്ള വഴി കാണില്ല. ഇനി നമുക്ക് വാട്ടർഫാൾ കാണണമെങ്കിൽ ഇതിന്റെ ഒഴുക്ക് കുറഞ്ഞ സ്ഥലത്ത് കൂടി ഇത് ക്രോസ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ ഇത് കിട്ടുവച്ചിട്ട് കയറിയാൽ ഇതിന്റെ ടോപ്പിലെത്തി. പക്ഷെ
താഴേക്ക് തിരിച്ചറിഞ്ഞ് കുറച്ച് പണിയാ, തെന്നി വീഴാൻ സാധ്യത ഉണ്ട്. ഭയങ്കര പണിയാ. കണ്ടാച്ചിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങാട്ടോ. അതെ, ഇവിടെ ഇനി നമ്മൾ വേറെ കൂടെ ക്രോസ് ചെയ്ത് പോവാം. അത്യാവശ്യം അഡ്വഞ്ചർ ആണിത്. കാരണം മഴ പെയ്തിക്കണേ, തെന്നി വീകും, അങ്ങനെ എല്ലാവിധ ചാൻസുകളും ഉണ്ട്. തെന്നി വീണാ പോയി. ഓക്കെ, ഇനി അടിയെത്തിയിട്ട് കാണാം. ഇത്ര അഡ്വഞ്ചറൊക്കെ മതി, കണ്ടാൽ മതി. ബായ് വന്നു, ബായ് ഉണ്ട്, സ്മൂത്തായിട്ട് കയറി പോകണം. വഴി ഉണ്ട് എന്നാട്ടോ പറഞ്ഞത്. വഴി ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയി തെറ്റിയിട്ടില്ല, വഴി ഉണ്ട് എന്നാണ് പറഞ്ഞത്. പോയേക്കാം. അപ്പോൾ ഒന്നുകൂടി അങ്ങനെ തന്നെ പോയേക്കാം. ഇവരൊക്കെ കണ്ട സ്റ്റിക്ക് പോലും ഇല്ലാതെ ആ ബാക്കിൽ കൊട്ടി മുടിച്ച് ഇങ്ങനെ നടക്കണേ, ഒരു പേടി ബേജാറില്ല. ശീലായിക്കണോ, അതാണ്. ആ ഇങ്ങോട്ടാണ് നമ്മൾ ഇങ്ങോട്ടാണ് കയറിയത്, ഇങ്ങോട്ടാണ് ബായ് പറഞ്ഞത്. ഓക്കെ, യാ. ഓ, ഇത് അതിനായിട്ട് അഡ്വഞ്ചർ ആണിത്. ബായ് പോണേ വേറെ അഡ്വഞ്ചർ വയ്യ. എന്താ നോക്കിയാണേ, അങ്ങനെയാണ് പോകേണ്ടത്. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ഇത് കൂടെ ഒഴിച്ചാണ് പോവും. ഓക്കെ, കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ പോകേണ്ടത്, കാണിച്ചു തരാം. അയ്യോ, വൺ ടാസ്ക്. അയ്യോ അയ്യോ, വേണ്ട, ഇതൊക്കെ ഉമ്മ കണ്ടാ പേടിച്ചോ. കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ എന്റെ കുടുംബക്കാരിപ്പി വാപ്പിയൊക്കെ കണ്ടാലേ, വലിയൊക്കെ കണ്ട കുറച്ചോരെ എന്തായാലും അവസ്ഥ അറിയോ. കാരണം അതിന് മാത്രം അഡ്വഞ്ചറാണ്. എന്താ പറയാ, മഴവെള്ളത്തിന്റെ ഇതിങ്ങനെ അടിച്ചിട്ടുണ്ട് മൊത്തക്ക്. എന്തോ രസം അറിയോ. ഇതണ്ട, കേൾക്കാൻ സാധ്യതയുണ്ട്. ചെങ്ങായി എങ്ങനെ പോയത് തന്നെ അറിയില്ല, അമ്മാതിരി സ്പീഡ് സ്മൂത്ത് ആയിട്ട് പോയി. ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാല്, ഇവിടെ അപകടമൊന്നുമില്ല, ഇവിടെ വെള്ളം കുറവാണ്. പക്ഷെ നമ്മൾ ഷൂ ഒക്കെ ഇട്ട കാരണം അത് ഒന്നാകെ നേനി, വേറെ പ്രശ്നമില്ല. ഇങ്ങനെ ശരിക്കാണ് ക്രോസ് ചെയ്താൽ മതി, അതിനുള്ള ഒയ്ക്കൊന്നുമില്ല. അവിടെ ചാടിനോട്ട് നല്ല വെള്ളമുണ്ട്, ഇവിടെ അത്ര ഒയ്ക്കൊന്നുമില്ല. ഷൂ ഇട്ട കാരണം ഈ പ്രശ്നമുള്ളൂ. വെള്ളത്തൂടി നടന്നാൽ മതി. വെള്ളത്തൂടി നടക്കാൻ തന്നെ ടാസ്ക്കാണ്, കാരണം നല്ല തണുപ്പാണ്. അതാണ് ഭയങ്കര വിഷയം. ഷൂ നനയും ചെയ്യും. പിന്നെ പറഞ്ഞത് ഈ പാറ എന്നൊക്കെ പറയേണ്ടത് മിനുസം കൊണ്ട് മാർബിൾ പോലെ ഇരിക്കണ ഈ സാധനങ്ങളൊക്കെ. അമ്മാതിരി വെള്ളം ഇങ്ങനെ തട്ടി ഒഴുക്കി അങ്ങനെ മിനുസയിക്കണ്. അപ്പോൾ നമ്മൾ ചവിട്ടി പോകണ അത്ര സേഫും അല്ല സംഭവം. അവിടുന്ന് നമ്മളെ ചെങ്ങായി അവിടുന്ന് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് പോരി പറഞ്ഞിട്ട്. പക്ഷേ നല്ല വ്യൂ കിട്ടും. ഗായ്സ്, കാണിച്ചാൽ അവിടുത്തെ വാട്ടർഫാൾ കണ്ടാ, നല്ല വാട്ടർഫാളോ. വൈഡിൽ അതിട്ട് കണ്ടേ, കുറച്ചുകൂടി എടുത്ത് കാണിച്ചതാ. കണ്ടാ ചെങ്ങായി കണ്ടാ, അവിടെ ഒരു കുടിലൊക്കെ കെട്ടിക്കാണ്ടേ അങ്ങനെ നിൽക്കണം. അവിടെ എന്താ പരിപാടിയൊന്നും അറിയില്ല. മൂപ്പര് ഇതിൽ കൂടെ ഇങ്ങനെ സ്മൂത്തായിട്ട് മേൽക്കാണ് പോയി. നമുക്കങ്ങനെ പോകാനില്ലേ, മാർബിളിനേക്കായി മിനിസാണ് ഇത്. അതാണ് ഏക്കി പോവും. ആക്ച്വലി നമുക്ക് ഡേഞ്ചർ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളം കുറവാണ്, പാറ ഉണ്ടായി ചെന്ന് തലടിക്കും. അതൊക്കെയാണ് വിഷയം. പിന്നെ ഷൂ നനയും, അങ്ങനെ മൊത്തത്തിൽ നനയും, അതൊക്കെ വിഷയം. അല്ല വേറെ വിഷയമൊന്നുമില്ല. അങ്ങനെ നമ്മൾ മേലെത്തിരിക്കുകയാണ്. എന്തോ ഒരു ബാക്കാണ് പഠിച്ചോര്. വേണ്ട, ആ വിഗണീന്റെ വെള്ളം ഇങ്ങനെ നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ അടിച്ചിട്ട് നല്ല സുഖം. ജീവിതത്തിൽ ഞാൻ ഇത്രയും സന്തോഷിച്ചിട്ടുണ്ടാവില്ല തോന്നണോ, ഇതിന്റെ ഇതില് തോന്നണോ. അതെ, എന്തോ രസരോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇവിടുത്തെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ. നോക്കിക്കോളേ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇവിടുത്തെ ക്ലൈമറ്റും ആ തണുപ്പും ആ കാറ്റും ആ വെള്ളച്ചാട്ടത്തിലെ മഴത്തുള്ളി നമ്മുടെ മേത്ത് കുറ്റണതും.
മക്കളെ നമ്മളൊക്കെ തിരിച്ചു പോകണേ ഈ വയ്യട്ടാ നല്ലൊരു കണ്ടന്റ് കിട്ടും. ചിലപ്പോ ഒരു പറയലുണ്ടാവും ഇത് ആ കാലിയെ കടിച്ചിട്ടാ കാലിങ്ങനെ വിറക്ക നടത്തിട്ട് പോണൊക്കെ മുപ്പനവിടെ സേഫ് ആയിട്ട് എത്തി. ഞാനവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുമോക്കട്ടെ. പോയേക്കാ വയ്യണ്ട. ചിലപ്പോ പറയാറ്റില്ല വീടല്ലാണ്ട് കിട്ടും വയറിലാവും. നിങ്ങൾ അടി കൊടുത്തേ ഇവിടത്തെ സേഫ് ലാൻഡ് ഒരു പ്രശ്നമില്ല. പോവാണ്ട് നമുക്ക് ഇനിയും പോവാണ്ടേ. ആ കുറച്ച് വെള്ളം കുടിച്ചണം. ദാഹിച്ചടോ കുറേ വർത്താനം കേട്ടോ. ഒച്ചയായിട്ട് വർത്താനുണ്ട്. ദാഹിച്ച നല്ല ഫ്രഷ് വാട്ടർ. മുഖം എങ്ങനെ വൈഡിലിട്ടിട്ടാ ഷൂട്ട് ചെയ്തിട്ട് മുഖം ഇങ്ങനെ. ഗൈസ് ഇങ്ങനെ ഒരു വാട്ടർഫാൾ വേറെ എവിടെയും കിട്ടുമോ? കാരണം ഇത്രയും പ്രയോജനം. ഇത് നമ്മളെ പ്രൈവറ്റ് വാട്ടർഫാൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇവിടെ ഒരാളും മനുഷ്യരില്ല. ആകെ ഒരു ചങ്ങായി അവിടെയൊക്കെ നിൽക്കണ്ടേന്. മുമ്പിൽ പോയാന്നറിയില്ല. മറ്റേ എവിടെ പോയാലും കുറേ ആൾക്കാരുണ്ടാവും. ഇവിടെ ഒരാളില്ല. അങ്ങനെ രണ്ടാൾ മാത്രം. നോക്കിയൊക്കെ വേണ്ട. ഗൈസ് വെള്ളം കുടിക്കാം. അല്ല ഫ്രഷ് വാട്ടർ. I am drinking fresh water. എന്തോ ഒരു സുഖം. ഇവിടെ അങ്ങോട്ട് സ്ഥിരതാമസാക്കിയാലും ആലോചിച്ച. അയച്ചിട്ടാ അയ്യാ Hi, Shiba. भैया नाम Yeah, video vlog. And കൊടുക്ക് കൈ കൊടുക്ക് വ്ലോഗ് करने. Hi, say बोलो, hi. बोलो. Hi, bolo. हाय Hi. पूरे आदमी ग्रैंडमा आओ बोलो. पूरा दिन करना आओ अच्छा जगह बोलो. अच्छा जगह. ये कौन है? उसका नाम क्या है? शिवानी. ഇങ്ങനെ रानी. ശിവാനി रानी ने कान छोड़ गई. ഇങ്ങനെ ഇവിടെ बड़ा बड़ा इधर आओ इधर आओ, नीचे आओ. എന്നാ ശിവാനി जाओ शिवानी जाओ. Hati. शिवानी है. ഹായ് ബോലോ. Hai balo. Hai. इधर ही. ആ ഇവരപ്പം നിക്കടാ ഫോട്ടോ എടുത്തരാം. ഫോട്ടോ उधर जाना उधर. तुम रखे दूंगा उधर. 1 मिनट भैया मैं एक फोटो. ഏട്ടാ ബൈ ഏട്ടാ എന്ത് വിട്ട് നോക്കണേ എന്താണ് വാ. അങ്ങനെ ഗൈസ് നമ്മൾ ട്രക്കിങ് ചെയ്ത് ഇത് അവസാനം നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. വീഡിയോയിൽ ലെക്തായി എന്നറിയാം. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. ഇതൊക്കെ ഇനി എഡിറ്റ് ചെയ്ത് തീർക്കണം. കുറേ എടുത്ത് വെച്ചിരിക്കണേ. ഇതെല്ലാം പാടി എവിടെ കൊട്ടുന്നു മനസ്സിലാവത്തി. ഇൻസ്റ്റാഗ്രാമിൽ കുറേ കൊട്ടണം, യൂട്യൂബിൽ കുറേ ഇടണം. അങ്ങനെ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഇനി വീഡിയോസ് വരുന്നതായിരിക്കും. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. ഓക്കെ പീസ്.